എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാം. സൂപ്പറായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ. മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഇന്നേ വരെ കാണാത്ത ലെവൽ രീതിയിൽ വരെ മമ്മൂക്കനെ ഇത് അഴിച്ചുവിട്ടിട്ടുണ്ട്. എന്താ പറയാ, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ്. മമ്മൂട്ടി അഴിഞ്ഞാടുകയാണ്, ഒരു രക്ഷയില്ല. ഡയറക്ഷൻ ആരും എന്തായാലും ഇപ്പം ഇതിനു മുമ്പ് കാഴ്ച ബ്ലസ്സിയോടാണ്, അല്ലെ ബ്ലസ്സിയാണ് കഥ പറയാൻ വന്നിട്ട് മമ്മൂട്ടി സിനിമ സംവിധാനം ചെയ്യിപ്പിച്ചത്. ഇപ്പോൾ ഡിനോ ഡെന്നീസ് മലയാളത്തിൻ്റെ ഒരു പുതിയ വാഗ്ദാനം, ഒരു സംവിധാനത്തിൻ്റെ ഒരു പുതിയ വാഗ്ദാനം തന്നെയാണ് ഡിനോ ഡെന്നീസ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു രക്ഷയില്ല, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ്. നമുക്ക് ഇതേവരെ ചെയ്തതിൽ വ്യത്യസ്തമായ നല്ലൊരു സിനിമ. നല്ല പടമാണ്, ഒരു വെറൈറ്റി പടമാണ്. പിന്നെ ഒരു പുതിയ ടെക്നിക്കാണല്ലോ ഗെയിം കില്ലർ. നല്ല രസമുണ്ട് അല്ലേ? ഇഷ്ടപ്പെട്ട മോനെ ഏതാണ് 8-2? Love him and everybody will love the film. So let's wait. Yeah, we are okay. Sir, take care, man, guys. Thank you so much. Thank you all of you. ക്ലൈമാക്സ് സൂപ്പർ ആയിട്ടുണ്ട്. മമ്മൂക്ക ഓവറോൾ എങ്ങനെയുണ്ട്? ഓവറോൾ ഒരു വൺ മാൻ ഷോ ആണ്. മമ്മൂക്കയുടെ ഒരു വൺ മാൻ ഷോ ആണ്. അങ്ങനെ തോന്നിയില്ല. റോളാണെങ്കിലും ചെയ്തവരെല്ലാം ഭംഗിയായിട്ട് ചെയ്ത മാതിരി തോന്നി. ഇങ്ങനത്തെ ഒരു ലുക്ക് ഇതുവരെ കണ്ടിട്ടില്ല. നല്ല അടിപൊളിയായിരുന്നു മൂവി. പൊളിച്ചടിക്ക് പോകുന്നു. അതെ അതെ, തീർച്ചയായും നല്ല പടമാണ്. അവസാനം വരെ സസ്പെൻസ് ഉള്ളൊരു പടമാണ്. അപ്പോൾ ഈ സസ്പെൻസ് ഉള്ളൊരു പടം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കാണാൻ ഇപ്പം കണ്ടവർ തന്നെ പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞത് അത്ര ഹെവി ആയിട്ട് വന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കാണ് അസുഖം മാറി വരിക എന്ന് മാത്രമാണ്. അപ്പോൾ എന്നെപ്പോലുള്ള ആക്ടേഴ്സിനെ എല്ലാവരും ഇങ്ങനെ കാണാൻ പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ പേര് സ്നേഹ ജെട്ടോന്നാണ്. എല്ലാവരും ബസ്സൊക്കെ കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് സ്റ്റൈലൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇതുവരെ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ മമ്മൂട്ടിനെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ മമ്മൂക്ക സിനിമ ചെയ്തപ്പോൾ അത് വന്ന് കാണുന്നതിന് വേണം. അത്രയ്ക്ക് നന്നായിട്ട് പുള്ളി വളരെ ഡിഫറെൻ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി സെലക്ട് ചെയ്യുന്ന എല്ലാം ഡിഫറെൻറ്റ് പ്രോജക്ട്സ് ആണെങ്കിലും ഇത് അതിലും വ്യത്യസ്ത രീതിയിലൊരുണ്ട്. ഈ മമ്മൂക്കയുടെ ഈ ലാസ്റ്റ് 20 മിനിറ്റ്സിൻ്റെ ഒരു ഷാഗ് ഉണ്ടല്ലോ, അതെങ്ങനെയുണ്ടായിരുന്നു സ്ക്രീൻ പ്രസൻസ്? ഞാൻ അധികം ഒന്നും പറയുന്നില്ല, എല്ലാവരും സിനിമ വന്ന് കാണട്ടെ. കാരണം ഭയങ്കര സൂപ്പർബായിട്ടാണ് അതിൻ്റെ, ആ ത്രില്ലിംഗ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്ന് റിവീൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ത്രില്ലിംഗ് ആസ്പെക്റ്റ് തന്നെ ഇരിക്കട്ടെ. പക്ഷെ വന്ന് കാണുന്നവർക്ക് പ്രതീക്ഷിക്കുന്നതിലും ഡിഫറെൻ്റ് ആയിരിക്കും അവർക്ക് എക്സ്പീരിയൻസ്. ബസൂക്ക 220 വെയിറ്റ് ചെയ്യുന്നുണ്ടോ? യെസ്, 100%. ഇത് കാണുമ്പോൾ അങ്ങനെ ഒരു ബസ് തട്ടുവും ഉണ്ടാവട്ടെ. പൊളിച്ചടിക്കുക. നമ്മൾ മമ്മൂക്കാനെ ഇതുവരെ കാണാത്തൊരു സ്വാഗതവും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് അപ്പുറം, നമ്മൾ എന്താണ് മമ്മൂക്കേന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു സ്റ്റൈലിൽ ഇതൊക്കെ, അതിന് അപ്പുറമാണ് തരുന്നത് ഫിലിമിലൊക്കെ. ആ സ്വാഗതവും കാര്യങ്ങളൊക്കെ അതുമാത്രമേ ഒരു മലയാള സിനിമ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഡിനോ ഡെന്നീസ് എടുത്തിരിക്കുന്നത്. ഒരു ന്യൂ ഡയറക്ടർ എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടത്തില്ല. നല്ല മേക്കിംഗ്, മലയാള സിനിമ കാണാത്ത ക്വാളിറ്റിയിലുള്ള സാധനം തന്നെയാണ്.